ഇന്ന് സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ രാവിലെ തന്നെ ഏകദേശം ജോലിയൊക്കെ ഒതുക്കിയിട്ട് വേണം പോവാൻ. ഒരു കുട്ട പാത്രം ഉണ്ടായിരുന്നു ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ ആയിട്ട്. അതൊക്കെ കഴുകി മാറ്റി വെച്ചിട്ട് റൈസ് കുക്കറിൽ നിന്ന് ചോറൊക്കെ എടുത്ത് തിളപ്പിച്ച് വാർത്ത് വെച്ചു. പിന്നെ മീൻ കറി ആക്കി വെച്ചിട്ടാണ് സ്കൂളിലോട്ട് പോയത്. പാരൻസ് മീറ്റിംഗ് 9 മണി തൊട്ട് 12 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 11 മണിയൊക്കെ ആയപ്പോഴാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വെറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കാത്തോട്ടിക്കും തന്നൂട്ടിക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് ഇന്നറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പനി എന്തെങ്കിലും പിടിച്ചാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാണ്. സമയത്തിന് നോക്കിയ ഒരു വണ്ടിയും കാണൂല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടത്തെ അവസ്ഥ. നോക്കി നോക്കി നിന്നപ്പോൾ 1-2 ഓട്ടോകൾ പോയി. അവസാനം ഇതുപോലത്തെ ബാറ്ററി ഓട്ടോകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 10 രൂപയൊക്കെ കൊടുത്താൽ മതി. ഇവിടെയുള്ള ആൾക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സൗത്തിലുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ വില കൂട്ടി പറയും എന്ത് സാധനത്തിനേ. അപ്പോൾ ഓട്ടോയ്ക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് 10-20 രൂപയൊക്കെ കൊടുത്താൽ മതി. ഇവിടെയാണെങ്കിൽ ഓരോ ആൾക്കും 20 രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു 50 രൂപ തരാമെന്നേ. അങ്ങനെ പിന്നെ അവിടെ കൊണ്ടങ്ങ് ഇറക്കി വിട്ടു കേട്ടോ. അല്ല, നടന്നു പോകാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ദൂരം ഉണ്ട്. എന്നാലും നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാം. ഇതിപ്പോൾ താമസിച്ചത് കൊണ്ട് നമ്മളങ്ങ് ഓട്ടോയിൽ പോയെന്നേ ഉള്ളൂ. അപ്പോൾ സ്കൂളിലത്തേക്ക് എത്തിയപ്പോൾ തനൂട്ടിക്കാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയാണ്. കുറച്ചൊക്കെ മാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം പരീക്ഷയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ മാത്സിനൊക്കെ ആണെങ്കിൽ അവൾ കുറച്ച് വെക്കാനുള്ളത് ഇങ്ങനെ കടം എടുത്തൊക്കെ ചെയ്യാനില്ലേ, അതൊക്കെ നോക്കിയിട്ട് ഇപ്പുറത്തെ സംഖ്യ കുറച്ച് വെച്ചില്ല. അങ്ങനെയാണ് 2-3 മാർക്ക് കുറഞ്ഞു പോയത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്. കാത്തൊട്ടിക്കും കുഴപ്പമില്ല കേട്ടോ, മാർക്കൊക്കെ ഉണ്ട്. തിരിച്ചിറങ്ങിയപ്പോഴാണെങ്കിൽ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന നെല്ലിക്ക കണ്ടിട്ട് ഞാൻ തന്നെ അന്തിച്ചു പോയി. എൻ്റെ അമ്മ നിറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. പൊതുവേ നവംബർ-ഡിസംബർ മാസത്തിലൊക്കെയാണ് ഈ നെല്ലിക്കയുടെ സീസൺ. അതുകൊണ്ട് നെല്ലിക്ക മരത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരെണ്ണം പോലും കയ്യെത്തി പറിക്കാൻ പറ്റാത്ത അകലത്തിലായി പോയി. അതൊക്കെ ആസ്വദിച്ച് നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു പോകാമെന്ന് വിചാരിച്ചേ. ഇതുപോലെ റോഡിൻ്റെ 2 സൈഡിലും ഫ്രൂട്ട്സ് ആയിരുന്നാലും കരിക്കായിരുന്നാലും ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കും കേട്ടോ. അതുപോലെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കമ്പിളി വിൽപ്പനയുണ്ട്. അങ്ങനെ കടകളുടെ കാലം ഇതുപോലെ ഉരുട്ടുവണ്ടികളിലാണ് സാധനങ്ങൾ കൂടുതൽ വിൽക്കാൻ വെക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്നു പോയപ്പോഴാണ് വേറൊരു കാഴ്ച കാണുന്നത്, സർക്കസ്. നമ്മൾ ചെന്നപ്പോൾ അതവിടെ ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി പോകുന്നതേ ഉണ്ടായിരുന്നോളെ. പിന്നെയാണെങ്കിൽ കണ്ടു നിൽക്കാൻ പറ്റൂല കേട്ടോ, ഭയങ്കര പേടിയാവും. അത് അത്രയും പ്രാക്ടീസ് കാണും അതിന്. അത് ഓരോ സാധനങ്ങൾ വെച്ചിട്ടാണ് കയറി കൂടെ പോകുന്നത്. ആദ്യം വെറുതെ കാലില്, പിന്നെ ചപ്പല്, പിന്നെ ഒരു റൗണ്ട്. ഞങ്ങൾ അതൊക്കെ കണ്ട് അങ്ങനെ നിന്നപ്പോഴാണ് ചേട്ടൻ വരുന്നു. പിന്നെ തന്നൂട്ടിക്കാണെങ്കിൽ ഓടിക്കൊണ്ടുവന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കണം. അതൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒരുമിച്ച് അങ്ങ് വീട്ടിൽ പോയി.